ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ ബ്രാഞ്ചിൻ്റെ ടൂറാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോൾ ഈ പെണ്ണിന് ടൂറേ ഇല്ലൂന്ന്. എന്നാ വേണ്ട ടൂർ ഉണ്ടായാൽ ഞാനത് മിസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് ടൂർ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. സാധാരണ ടൂറിൽ കാണുന്നുണ്ടാവുമല്ലോ അടിച്ചുപൊളി, വേറൊന്നുമല്ല ഉദ്ദേശം. ഈ അടിച്ചു പൊളിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ശരിക്കും ആയുസങ്ങ് കൂടും. ഫിലോസഫി ഒന്നല്ല കേട്ടോ, കാര്യം ശരിയാണ്. ഞാൻ കളിക്കുന്ന ഈ ഡാൻസ് പാട്ടിട്ട കുഴപ്പമെന്ന് കോപ്പിറൈറ്റ് വരും. അപ്പോൾ ഇത് എൻ്റെ ഇവമോൾ എടുത്തിയാണ്, പാവ എൻ്റെ ഇവമോളെ ഞാൻ കളമ്പി, ഒരാവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പോയത് VN പാർക്ക്, തൃക്കരിപ്പൂരിലെ VN പാർക്കിലേക്കാണ് പോയത്. എന്താ വായി അല്ലാണ്ട് ഇങ്ങനെ കുഴയുന്നുണ്ട് ഗൈസ്. അപ്പോൾ എൻ്റെ നീവൂട്ടൻ കണ്ട ഇടക്ക് കത്തുന്ന ഒരു വണ്ടിയാണ് എൻ്റെ നീവൂട്ടൻ. ഫോട്ടോത്തിലെല്ലാം ഭയങ്കര പോസായിട്ട് നിൽക്കും. VN പാർക്കിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ എൻട്രി ഫീസ് ഫുള്ള് എല്ലാ റൈഡിലും കയറണമെങ്കിലും വാട്ടറിലും അങ്ങനെ എല്ലാ റൈഡിലും കയറണമെങ്കിൽ 500 രൂപ കൊടുക്കണം. അപ്പോൾ അവരൊരു ബാൻഡ് നമുക്ക് കെട്ടിത്തരും. അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് കണ്ട് പറ്റിയ റൈഡിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ കൊടുത്ത് കയറണമെങ്കിൽ നമുക്ക് 100 രൂപയെ വേണ്ടു. അപ്പോൾ നമ്മൾ 100 രൂപയുടെ ഫീസാണ്, 100 രൂപ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തത്. ആദ്യം പോയിട്ട് അവരൊന്ന് കുതിരയിലങ്ങ് കയറ്റി വിട്ടു. പിന്നെ നീവൂട്ടനെ മോളെയും കൊണ്ട് പോയാലുള്ള ചൊറാന്ന് വെച്ചാൽ അവർ ഒന്നിലൊന്നല്ല കയറൽ. നമുക്ക് പിന്നെ തോന്നും 500 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ ഈ കറങ്ങുന്ന ഊഞ്ഞാലില്ലേ, നീ ഗോളാകൃതിയിലില്ലേ, ഇതിൽ കയറാൻ എനിക്ക് പേടിയുണ്ട് കേട്ടോ. അത് കുറച്ച് ഉയരത്തിൽ പോകുന്നുണ്ട്. ഞാൻ ആസ്വദിച്ചത് തെച്ചും ഈ കായലാണ്. കായലരികത്ത് അതൊന്നല്ല കേട്ടോ, വെറുതെ പാടി നോക്കിയത്. എനിക്ക് പാട്ടൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അടുത്ത വാശി എന്ന് പറഞ്ഞാൽ ഇവ മോളക്കണക്കിന് സാധുവാണ്, നീവിട്ടനെ ഈ കേബിളിലുള്ള സൈക്കിൾ റൈഡ് ചെയ്യണം. അപ്പം എനിക്ക് നല്ല പേടിയാണ്, കാരണം അവന് ഇത് പറ്റുമോ, അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പറ്റുമോ. പക്ഷേ ഇതല്ല, ഇതിനപ്പുറവും കടന്നവനാണ് ഈ രമണൻ എന്ന മട്ടിൽ നീവൂട്ടൻ ആ റൈഡ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ പുത്രനെ കൊണ്ട് ഇതൊക്കെ സാധിക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് മടി പിടിച്ചിട്ടാണ് ബാക്കിയുള്ള ആക്ടിവിറ്റീസൊന്നും അവൻ ചെയ്യാത്തതെന്ന് ഞാൻ സ്വയം സമൃദ്ധി അണിഞ്ഞു. അപ്പം പിന്നെ നമ്മൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നേരെ പോയത് റെഡ്മൺ ബീച്ചിലാണ്. ബേക്കൽ കോട്ടയിൽ പോയി, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. നമ്മൾ നേരെ റിട്ടേൺ വന്നു. ബേക്കൽ ഫസ്റ്റ് കഴിഞ്ഞതിൻ്റെ എല്ലാ ഇതും അവിടെ കാണാനുണ്ട്. കാരണം നല്ല അലങ്കാരങ്ങളും അതുപോലെ തന്നെ ഓരോ ഫെസ്റ്റിൻ്റെ എല്ലാം ഒന്നും അയച്ചു മാറ്റിയിട്ടൊന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ റെയ്ഡും അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റ് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വിയറ്റ്നാമിലെ ഇറക്കുമതിയാണ്. ഈ ഐസ്ക്രീമിന് എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ കളിപ്പിച്ച് ഐസ്ക്രീം കൊടുക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവർ കളിക്കുന്ന ഇതിന് എത്ര പൈസ കൊടുത്താലും പോരാ. അത്രയ്ക്കും നല്ല കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് കേട്ടോ. നീവൂട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു, പക്ഷേ അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവസാനം നീവൂട്ടൻ ആ ഐസ്ക്രീം എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ മതി എന്നുള്ളൊരു മട്ടിലായി. പിന്നെ ചങ്ങായിക്ക് ചമ്മലായി, നീവൂട്ടനെ വല്ലാണ്ട് അങ്ങ് ചമ്മിപ്പോയി. ആ ചെമ്മിയ മുഖം കാണാൻ എനിക്കും നല്ലൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ അവസാനം ഇതാ കൈ കൊടുത്തു കഴിഞ്ഞ് നീവൂട്ടൻ വിചാരിച്ചു ഐസ്ക്രീം കിട്ടിയെന്ന്. ഒറ്റപ്പിടി കിട്ടിയില്ല, ആ സാധനം മാത്രമേ കിട്ടിയിട്ട്. അങ്ങനെ അവസാനം ഐസ്ക്രീം കൊടുത്തു. ആ അംഗം കഴിഞ്ഞ് പിന്നെ നേരെ പോയത് കടപ്പുറത്തേക്കാണ്. കടാപ്പുറത്തിൻ്റെ വൈബ് പിന്നെ പറയണ്ടല്ലോ, എസ്പെഷ്യലി വൈകുന്നേരമെല്ലാം ആകുമ്പോൾ അടിപൊളിയാണ്. ഇത് കണ്ണുപൊട്ടത്തിയല്ല ഇരിക്കുന്നത്, ഞാൻ തന്നെയാണ് ഗൈസ്, കാണുമ്പോൾ തിരിഞ്ഞില്ലേ. അപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചൊരു ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. ചെറുതായി പാളിപ്പോയി. ഈ ഗിരിജമ്മ വിളിക്കുന്നത് മോളെയാണ്, കൊച്ചുമോളെയും കൂട്ടി വന്നെയാണ്. അങ്ങനെ വീഡിയോയിൽ കാണിക്കണ്ടേ അങ്ങനെല്ലാം പറഞ്ഞു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് തട്ടി. ഗോബി മഞ്ചൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടം കേട്ടോ അത്. പിന്നെ ഇതെല്ലാം അവിടെ ഉണ്ടായ ഓരോരോ ആക്ടിവിറ്റീസാണ്. അങ്ങനെ അത് റെഡ്മൺ ബീച്ചിന് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞു. നേരെ നമ്മൾ റിട്ടേൺ വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ നിന്ന് നേരെ ഇറങ്ങി. ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഏട്ടനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.